നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമുക്ക് കുറച്ച് വിളവെടുപ്പുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് കോവയ്ക്ക പൊട്ടിക്കാനുണ്ട്, പിന്നെന്താ ചീരയുണ്ട്, പിന്നെ വഴുതനങ്ങയുണ്ട്, പക്കായുണ്ട്. പൊട്ടിക്കാം കേട്ടോ. കോവയ്ക്ക പൊട്ടിച്ചു കേട്ടോ. ചീരയുടെ ഉള്ളിലത്തെ പുല്ലൊക്കെ കളഞ്ഞു ഞങ്ങൾ കേട്ടോ, ഇന്നലെ കളഞ്ഞു. അതിന് കുറച്ച് വളമൊക്കെ ഒഴിച്ചു. കോവയ്ക്ക പൊട്ടിച്ചാ എന്തോരം കിട്ടി? അതെ എത്ര കിട്ടിയാ? ഇനിയുണ്ടാ? നമ്മുടെ കോവയ്ക്കയുടെ പന്തലൊക്കെ വീണു അല്ലേ. നമ്മളെ കൊപ്പക്കായ ഇവിടെ കടലാസിട്ട് അടച്ചിട്ടുണ്ടായിരുന്നു. പൊട്ടിക്കാം അല്ലേ? എന്തായി? പൊട്ടിക്കാം അല്ലേ? ഇനി ഇത് നിർത്തിയിട്ടുണ്ടെങ്കിൽ ആയോ? പൊട്ടിച്ചോളൂ. യെസ്, ഇത് മൂടണോ? ആയിട്ടില്ല. അതോ അതുണ്ടേ? അതെന്താ ഇത്? നീളന ഉണ്ടേ. എവിടേക്ക് നമ്മൾ പോകണോ അവിടേക്ക് ഇവരുണ്ട്. എവിടേക്ക് നമ്മൾ പോകണോ അവിടേക്ക് ഇവരുണ്ട്. കുറേ ജാതിക്ക കിടക്കണ്ടല്ലോ. ദേ കിടക്കണം, ഇവിടെ പറഞ്ഞത് ദേ കിടക്കണം. അവിൽ വേവായി. അപ്പുറത്തും തരണം ഇല്ല. അല്ല, അവിൽ വേവായി. ഇല്ല. മറ്റേ പൊക്കി വെച്ചിട്ടില്ല, ചാക്കിന്റെ മുകളിലേക്ക് വെച്ച കെട്ടിട്ടുണ്ട്. ഇതാണോ അത്? പക്ഷെ അത് എന്തെങ്കിലും ചെയ്യണം അറിയാം. ചെറിയ വിളവെടുപ്പാണ്, കണ്ടില്ലേ? പഴുത്തു. പക്ഷേ ഇത് ഇനി അവിടെ നിർത്തിയാൽ കിളികൾ വന്ന് കൊത്തും. മാത്രമല്ല ചിലപ്പോൾ പഴുപ്പ് അധികമായാലോ. 2 ദിവസം കൂടി വീടിൻ്റെ ഉള്ളിൽ വെക്കുക. മറ്റന്നാളൊക്കെ ആകുമ്പോഴേക്കും നന്നായിട്ട് പഴുക്കും. ഇപ്പം ഇത് ഇവിടെ ഒന്നും പഴുത്തിട്ടില്ല, പഴുക്കട്ടെ. പിന്നെ ഇത് വഴുതനങ്ങ കഴിഞ്ഞ ദിവസം പൊട്ടിച്ചതാണ്. ഇപ്പോൾ 2 തരം ഉണ്ട പോലത്തെ ഉണ്ട്, നീളനുണ്ട് കേട്ടോ. പൊട്ടിച്ചു. ദിസ് കോവയ്ക്ക. പിന്നെ ചീര അരിഞ്ഞ് വെച്ചു കേട്ടോ. അടുപ്പത്ത് വെക്കാൻ പോവുകയാണ് ഞങ്ങൾ. ഇതാണ് നമ്മുടെ ഇന്നത്തെ വിളവെടുപ്പ്. പിന്നെ നമ്മുടെ അവിലത തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുമ്പളങ്ങ, കായ, മുരിങ്ങക്കായ, കോവയ്ക്ക, തക്കാളി, ക്യാരറ്റ്. ഇത് കഷ്ണം ഇട്ടേക്കണത്. കഷ്ണം വെന്തുഞ്ഞ് ഇതിലേക്ക് നാളെ അരക്കണം അല്ലേ? നാളികേരം ജീരകവും കൂട്ടി അരക്കണം. നാളികേരവും ജീരകവും പച്ചമുളകും അരച്ചോളൂ കേട്ടോ. ഇത് പണി കഴിഞ്ഞില്ലേ? അതിൽ കുഴപ്പമില്ല, ഡ്രൈ ആയി കഴിഞ്ഞാൽ കറിവേപ്പില ഇട്ടു, ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കുക. അപ്പോൾ നമ്മുടെ അവിയൽ റെഡി ആയിട്ടോ. അവിയൽ മുമ്പ് കുറേ പച്ചുള്ള കാരണം ഞാൻ വിശദീകരിച്ച് പറയാത്ത കേട്ടോ. ഇന്ന് അവിയലാണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ അവിയലിൻ്റെ പണി കഴിഞ്ഞു, അത് വാങ്ങി വയ്ക്കാം. നെക്സ്റ്റ് ചീര മെഴുക്ക് പുരട്ടി, അതായത് തോരൻ വെക്കലാണ്. ചീനച്ചട്ടി വെച്ചു. ചീര വെക്കാം കേട്ടോ. ചീര ഇത്ര ചീരയുണ്ട്. ഇത്ര ചീരയുണ്ട്. ഒന്ന് ചൂടാവട്ടെ. പച്ചമുളക് 2 എണ്ണം കീറിയിടാം. ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിക്കാം.
വെളിച്ചെണ്ണ ചൂടായാൽ കടുകിടാം. കടുകിട്ടു. കടുക് നന്നായിട്ട് പൊട്ടട്ടെ. അപ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് അരിമണി ഇടാം കേട്ടോ. നമ്മൾ ചോറ് വെക്കുന്ന അരി അതൊന്ന് പൊരിഞ്ഞ് വരട്ടെ. അപ്പോൾ നമുക്ക് വറ്റൽമുളക് ഒരെണ്ണം പൊട്ടിച്ചിടാം. ചീര ഇടാം. ചീര ഇട്ടു. വെള്ളം ഒഴിക്കണ്ട. മഞ്ഞൾപ്പൊടി ഇടാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. വേറെ മുളക് പൊടി ഇടേണ്ട ആവശ്യമില്ല, പച്ചമുളക് ഇട്ടണ്ടല്ലോ. നന്നായിട്ട് ഇളക്കുക. ഇനി ഉപ്പിടണം കുറച്ച്. റോക്ക് സോൾട്ടാണ് കേട്ടോ ഞാൻ ഇടണതെന്ന്. കട്ടയുണ്ടാവും, അപ്പം നമ്മൾ കട്ടയെന്ന് ഉടച്ചിട്ടിടാം കേട്ടോ. ഇത് പെട്ടെന്ന് കട്ട പിടിക്കുന്ന ഒരു ഉപ്പാണ് കേട്ടോ റോക്ക് സോൾട്ട്. കട്ട തന്നെ ആയിരുന്നല്ലോ പണ്ട്. അപ്പം നന്നായിട്ടൊന്ന് ഇളക്കുക. അടച്ചു വയ്ക്കാം. എന്നിട്ട് ഇങ്ങനെ ഒരു 2-3 പ്രാവശ്യം അടച്ച് തുറന്ന് ഇളക്കി അടച്ച് അങ്ങനെ 2-3 വട്ടം ചെയ്യുമ്പോഴേക്കും ഇത് ബിന്ദുണ്ടാവും കേട്ടോ. ഇനി കുറച്ച് നാളികേരം ചെറുകിതിടാം കേട്ടോ. ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനെന്തായാലും ഇതിലിടാണ്. അപ്പോൾ പണി കഴിഞ്ഞു കേട്ടോ. അടച്ച് വയ്ക്കാം. തീ ഓഫാക്കാം. വാങ്ങി വെച്ചു. പകർത്തി വയ്ക്കാം കേട്ടോ. ചീര തോരൻ ഒരു പാത്രത്തിലേക്ക് പകർത്തി. ഇനി അവിയൽ ഈ പാത്രത്തിലേക്ക് പകർത്താം. അവിയലും പകർത്തി വയ്ക്കാം. ഇപ്പോൾ അവിയലായി. ചീര തോരനായി. ഇതിൽ ചേർക്കാൻ ബെസ്റ്റ് ഒരു സംഭാരമായി. പിന്നെ അച്ചാർ വേറെ ഉണ്ട് കേട്ടോ. ഇഷ്ടമായോ? ഓക്കെ.